ക്യാമറകൾ സ്ഥാപിച്ചതിൽ അഴിമതി ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. ആരോപണങ്ങൾ തെളിയിക്കാൻ ഹർജിക്കാരുടെ കൈവശം യാതൊരു തെളിവുമില്ലെന്ന് കോടതി കണ്ടെത്തി. പദ്ധതി നിർത്തിവെക്കണമെന്നും കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. സാലിം മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നേതാവ് വി ഡി സതീശനും അണികളും കേരളത്തിൽ ഉടനീളം ആളിക്കത്തിക്കാൻ ശ്രമിച്ച ഒരു വിഷയമാണ് ഇന്ന് കോടതി മുറിക്കുള്ളിൽ നനഞ്ഞ പടക്കമായി മാറിയത് എന്നുള്ളതാണ്. AI ക്യാമറയുമായി ബന്ധപ്പെട്ട അടിമുടി അഴിമതിയാണ്. അത് കരാർ റദ്ദാക്കണം, സർക്കാരിനെതിരെ ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണം എന്നൊക്കെയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെയും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയിലെ ഹർജിയിലെ ആവശ്യം. കുറേ നാളുകളായി വാദം കേട്ടു. ഇന്ന് കോടതി ഉത്തരവ് പറഞ്ഞു. ഈ ഹർജിക്കാർ പറഞ്ഞ ആരോപണങ്ങൾക്കൊന്നും തെളിവ് ഹാജരാക്കിയിട്ടില്ല. ഒരു തെളിവുമില്ലാതെയാണ് കോടതിയിൽ വന്നത്. അതായത് പൊതു താൽപ്പര്യ ഹർജികളൊക്കെ എന്ന് പറയുന്നത് രാഷ്ട്രീയ യുദ്ധത്തിനുള്ള ആയുധങ്ങളായി മാറുന്ന സാഹചര്യമാണ്. ഒരു തരത്തിലുള്ള വ്യക്തികളുടെ സ്വകാര്യതയെ ഹനിക്കുന്ന ഒന്നും തന്നെ AI ക്യാമറയില്ല തുടങ്ങി കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വി ഡി സതീശൻ്റെ ഹർജി കോടതി തള്ളിയത്. ചെറിയ തിരിച്ചടിയല്ല, വലിയ തിരിച്ചടി തന്നെയാണ് കോടതിയിൽ നിന്ന് പ്രതിപക്ഷ നേതാവിന് ലഭിച്ചത്. കാരണം കുറേ നാളുകളായി ഇത് പുറത്തും അകത്തും പൊതുവേദികളിലും പത്രസമ്മേളനങ്ങളിലുമൊക്കെ സർക്കാരിനെതിരെ ആളിക്കത്തിക്കാൻ ശ്രമിച്ച ഒരു വിഷയമാണ്. യാതൊരു ഇമ്പാക്റ്റും ഇല്ലാതെ പോയത്. അതായത് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, പ്രതിപക്ഷ നേതാവിന് വ്യക്തിപരമായി ലഭിച്ച വലിയ തിരിച്ചടിയാണ്. പ്രതിപക്ഷത്തിന് രാഷ്ട്രീയപരമായി നിയമപരമായി ലഭിച്ച തിരിച്ചടിയാണ്. മറുവശത്ത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് ലഭിച്ചൊരു അംഗീകാരം കൂടിയാണിത്. കാരണം സർക്കാരിനെതിരെ കഴിഞ്ഞ 10 വർഷക്കാലം പ്രതിപക്ഷം കൊണ്ടുവന്ന ചില മാധ്യമങ്ങളുടെ പിന്തുണയോടെ കൊണ്ടുവന്ന ആരോപണങ്ങളൊന്നും വസ്തുതാപരമായി തെളിയിക്കാൻ കോടതിക്ക് മുമ്പിലെത്തിയപ്പോൾ ഇവർക്ക് കഴിഞ്ഞില്ല. ഒന്നുകിൽ കോടതിയിൽ നിന്ന് ഇറങ്ങി ഓടേണ്ടി വന്നു, അല്ലെങ്കിൽ കോടതി തള്ളിക്കൊടുത്തു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിന് പൊതു താൽപ്പര്യമല്ല, അതായത് പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല, പബ്ലിസിറ്റി ഇൻട്രസ്റ്റാണ് എന്നുള്ള ഒരു പരാമർശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഈ സമീപകാലത്തുണ്ടായതാണ്. മാത്രമല്ല മറ്റൊരു കേസിൽ, അത് K-ഫോൺ കേസിലാണ് ആ പരാമർശം ഉണ്ടായതെങ്കിൽ ഈ AI പ്രതിപക്ഷ നേതാവ് ആദ്യം നൽകിയ അഫിഡവിറ്റ് പിൻവലിച്ചോടേണ്ടി വന്നു കോടതിയിൽ നിന്ന്. അപ്പോൾ അത്തരം ഒരുപാട് അനുഭവങ്ങൾ പ്രതിപക്ഷ നേതാവിന് നിരന്തരം കോടതി മുറിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, പ്രതിപക്ഷം പുറത്തുകൊണ്ട് ഉന്നയിക്കുന്ന ആരോപണങ്ങളൊന്നും ഏതെങ്കിലും തെളിവിൻ്റെയോ മറ്റേതെങ്കിലും വസ്തുതകളുടെയും പിൻബലത്തിലല്ല, മറിച്ച് വെറും രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണ്. അത് രാഷ്ട്രീയ വേദികളിലും മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കാൻ സഹായിക്കുമെന്നല്ലാതെ കോടതി മുറിയിൽ അതിന് നിലനിൽപ്പില്ല എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ AI കോടതി വിധിയുമായി ബന്ധപ്പെട്ട് ഇന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ്. മാത്രവുമല്ല, കഴിഞ്ഞ 9 വർഷമായി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ഇപ്പോൾ 4 വർഷം പിന്നിടുമ്പോഴും കോടതിയിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന ഒരൊറ്റ കേസ് പോലും വിജയിപ്പിക്കാൻ പ്രതിപക്ഷത്തിനായില്ല എന്നുള്ള ഒരു തിരിച്ചടിയാണ്. അത് പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ തിരിച്ചടിയാണ്. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായ നിയമപരമായ തിരിച്ചടിയാണ്. മറുവശത്ത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അഴിമതിയുടെ കറപുരളാത്ത ഒരു സർക്കാർ എന്ന ഖ്യാതി മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിസഭാംഗങ്ങൾക്കും സർക്കാർ സംവിധാനങ്ങൾക്കും നേടിയെടുക്കാൻ കഴിഞ്ഞതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് AI ക്യാമറയുമായി ബന്ധപ്പെട്ട ഉത്തരവ് എന്ന് പറയാം.